ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഷമീസ് ആൻഡ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇന്നൊക്കെ 8 ദിവസമായി. ഇന്നാണ് ഒന്നുകൂടെ സംസാരിക്കാനൊരു ആവത്. എന്നാൽ സംസാരിക്കുമ്പോൾ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ അനസ്തേഷ്യൻ്റെ ഒരു ആയിരിക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ. ഇടയ്ക്കിടയ്ക്ക് ചുമ വരും. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ ചാനൽ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു, എനിക്ക് വേണ്ടി ദുആ ചെയ്തു. എല്ലാവരോടും ഒരുപാട് നന്ദി. എന്നും ആ സ്നേഹവും കടപ്പാടും നിങ്ങളോടുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ സർജറി കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച അഡ്മിറ്റായി. ബുധനാഴ്ച സർജറി രാവിലെ 8 മണിക്കായിരുന്നു. ഫസ്റ്റ് സർജറി എൻ്റെതായിരുന്നു. അനസ്തേഷ്യ തന്നാൽ പിന്നെ നമുക്കൊന്നും അറിയില്ലല്ലോ. ഉണർന്നു കഴിഞ്ഞപ്പോൾ ICUവിലായിരുന്നു. ഇടയ്ക്ക് സിൽക്കായും നാത്തൂനൊക്കെ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആരും കണ്ട ഓർമ്മ ഒന്നും എൻ്റെ ഉള്ളിലില്ല. നല്ല പെയിനായിരുന്നു കേട്ടോ. പിന്നെ ഗൈനക്കോളജി ഉമാരാധേഴ്സും സർജറി വിഭാഗം സുഭാഷ് VC സുഭാഷ് സാറാണ് ചെയ്തത്. നല്ല വലിയൊരു മുറിവാണ്. അധികം ഉണക്കൊന്നും ആയില്ല. 8 ദിവസമല്ലേ ആവണുള്ളൂ. 1-2 മുറിവ് ഇങ്ങനെ പച്ച വെച്ച് നീരൊലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നാളേക്ക് കുറവില്ലെങ്കിൽ ഒന്നുകൂടി പോയി കാണിക്കണം. അല്ലെങ്കിൽ അടുത്ത റിവ്യൂ 27-ാം തീയതിയാണ്. ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ ബാക്ക് പെയിൻ സുഖമാവുമെന്നാണ് വിചാരിച്ച്. പക്ഷെ നല്ല ബാക്ക് പെയിൻ ഉണ്ട്. എന്താ ചെയ്യുക, നമ്മുടെ വിധിയാണ്. കുറച്ച് നേരം ഇരിക്കാനോ കുറച്ച് നേരം നടക്കാനോ കഴിയില്ല. കാരണം സർജറി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നടക്കണം. നമ്മളെ മസിലൊക്കെ സ്ട്രെങ്തൻ ആവാനും നമ്മളെ സ്റ്റിച്ചൊക്കെ അയഞ്ഞ് നല്ല രീതിയിലാവാനെങ്കിലൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചും രാവിലെയും വൈകിട്ടൊക്കെ കുറേശ്ശെ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നടക്കണം. അപ്പോൾ പക്ഷെ എനിക്ക് നടക്കുമ്പോഴേക്ക് കാലുവേദന വരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ മനസ്സിലാകാൻ ഒരു വിഷമം. നമ്മളിങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ വേദന മാറുന്നില്ല. എന്തോ നിങ്ങളെല്ലാവരും ദുആ ചെയ്യും. ഇനിയൊരു സർജറിയും കൂടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട് സത്യത്തിൽ. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോവുകയാണ്. ഇതന്നെ നമ്മൾ 2,60,000 സർജറീൻ്റെ പ്രൈസ് വന്ന്. പിന്നെ അതിന് മുന്നുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 30,000 രൂപ അതിന് മുന്നേ തന്നെ കഴിഞ്ഞു. ഏകദേശം 3-3.25 ലക്ഷം രൂപയോളം മൊത്തത്തിൽ ചിലവായി. നമ്മൾ സാധാരണക്കാരാണ്. എന്നാൽ പട്ടിണിയും പരിവട്ടമൊന്നുമില്ല, അൽഹംദുലില്ലാ. ആരെയും കൈ നീട്ടാതെ ഇതുവരെ ജീവിച്ച് മാഷാ അല്ലാഹ്. ഇനി അല്ലാഹു തആല ഹൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. പിന്നെ ഒരാൾ അധ്വാനിച്ചിട്ട് വേണമല്ലോ നമ്മളെ കുടുംബം പുലരാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കാളേറെ ടെൻഷൻ നമ്മളെ കൂടെ നിൽക്കുന്നവർ അനുഭവിക്കുന്നുണ്ടാവും. ആ ടെൻഷൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒന്ന് സഹായിക്കാൻ നമ്മളെ ഉപ്പമാരില്ല, ഉപ്പ ജീവിച്ചിരിപ്പില്ല. പിന്നെ നമ്മളെ സഹോദരന്മാർ ഒരാൾ മരിച്ചുപോയി. പിന്നെ ഒരാൾ നല്ല സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അവരോടൊക്കെ ഇപ്പം നമ്മൾ തുറന്ന് ചോദിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ആളോട് ചോദിക്കാനും പറ്റാത്ത സാഹചര്യം. പിന്നെ എന്താ പറയുക, എൻ്റെ പ്രിയപ്പെട്ട കുറേ സുഹൃത്തുക്കൾ, എന്നെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ്, അങ്ങനെ കുറേ ആളുകൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ എന്നെ സഹായിച്ചു. നമ്മളെപ്പോഴെങ്കിലും ഒരു നന്മ ഒക്കെ ചെയ്താൽ നമ്മളെ ജീവിതത്തിൽ തിരിച്ച് കിട്ടും എന്നുള്ളത് ഉറപ്പായി എനിക്ക്. കാരണം ഞാൻ ആരോടും എനിക്കിത്രയും പ്രയാസമുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സർജറി വരുമ്പോൾ അത് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം. അപ്പം എന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്കൊരു ചെറിയ വീടുണ്ടല്ലോ, അതെങ്കിലും ആ രീതിയിലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് പിന്നെ എൻ്റെ എന്താ പറയുക, ഒരു അടുത്ത റിലേറ്റീവ്, ഒരു പേര് പറയാൻ ആഗ്രഹിക്കലുണ്ടാവില്ല വെച്ചിട്ടാണ് പറയാത്തത്, അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെട്ടു. എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ പരമാവധി മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുന്ന ഓരോ സമയത്തും ആലോചിക്കാറുള്ളത്. പഠിച്ചോം നമുക്കൊരുപാട് ഉണ്ടായിട്ടല്ല. കാരണം നമ്മൾ കുറേ സമ്പാദിച്ച് വെച്ചിട്ട് സഹായിക്കാൻ പോകാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആയുസ് ഉണ്ടാവില്ല. നമുക്ക് 100 വരുമാനമുള്ളതിൽ 10 കൊടുത്താലും അതൊരു റഹ്മത്താണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി.
ഒരുപാട് സംസാരിക്കാൻ വയ്യ. ഇപ്പം കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാണ്. ഫുഡൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. എല്ലാ ഫുഡും കഴിക്കാൻ പറഞ്ഞാണ്, വറുത്തതും പൊരിച്ചതും ഒഴികെയൊക്കെ. പക്ഷേ എനിക്ക് വയറ് മൊത്തത്തിൽ ഈ മെഷ് വെച്ചതുകൊണ്ടായിരിക്കും നല്ല പെയിനുണ്ട്, നല്ല ഛർദിയുണ്ട്. അപ്പോൾ ഛർദിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റിച്ചൊക്കെ നല്ല പെയിൻഫുള്ളാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കണം. എൻ്റെ കുടുംബത്തിന് ഞാനൊരു താങ്ങും തണലും ആവണം. കാരണം ഒരാളെന്നെ അധ്വാനിക്കുമ്പോൾ ഒരു കഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരൊക്കെ ചുറ്റിലും ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കിടയിൽ തുഴഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് ഹൈറായതാണെങ്കിൽ എന്താ പറയുക, വിജയിക്കട്ടെ, അത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഇടയ്ക്കൊക്കെ വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ വീഡിയോ 2 മാസം കംപ്ലീറ്റ് റെസ്റ്റാണ്. അത് കഴിഞ്ഞൊരു ചെറിയ പണികളൊക്കെ ചെയ്തു തുടങ്ങാം. പിന്നെ ഒരു മേജർ സർജറി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിക്കേറി സഹായിക്കാൻ അതുവരെ ആളെ കിട്ടിയില്ല. ആരെങ്കിലുമൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഒന്ന് ചോദിക്കേണ്ട, ഒരാൾ 1-ാം തീയതി മുതൽ വരാമെന്ന്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സെൽക്കായും ഉമ്മയും കൂടിയാണ്. അപ്പോൾ അവരെ കണ്ടാളെ കഷ്ടപ്പാട് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരു വീട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരമ്മ മാനേജ് ചെയ്യണ പോലെ ഒരു അച്ഛന് പെട്ടെന്ന് സാധിക്കില്ല. അവർ അധ്വാനം ചിലപ്പം 10,000 കൊണ്ടുവരും. പക്ഷേ അടുക്കള മാനേജ് ചെയ്യാൻ 2 കൈയും മനസ്സും ഒരേപോലെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ ആവണം. അതിൻ്റെ പെടാപാട് സെൽക്കാക്ക് നല്ലോണം ഉണ്ടെന്നാലും പിന്നെ നല്ല നോക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹ് ഹൈർ ചെയ്യട്ടെ. എന്താ പറയുക, ഒരുപാട് സൗഭാഗ്യങ്ങളും തന്നില്ലെങ്കിലും സ്നേഹമുള്ള ഇണനെ തന്ന് അല്ലാഹ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നന്നായി കെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ തണലും സന്തോഷവും ഇപ്പം സിൽക്കായാണ്. അതിന് വലിയൊരു സമാധാനമുണ്ട് എനിക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.